സാർ, ഇപ്പോൾ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ മേഖല, അതുപോലെ തന്നെ ബലൂജ് മേഖല, ഇവിടെയൊക്കെ ആക്രമണം കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം കത്വയ്ക്ക് സമീപത്ത് ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു. 10ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നത്. എന്തായാലും സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ക്വറ്റ, ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനം, അവിടെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായി. ചാവേർ ആക്രമണത്തിൽ 10 പേര് കൊല്ലപ്പെട്ടു, 32 പേർക്ക് പരിക്കേറ്റു. മാർക്കറ്റ്, നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് സ്ട്രീറ്റിലാണ്, തെരുവിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇത് ഫ്രോണ്ടിയർ കോറിൻ്റെ ആസ്ഥാനം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ചാവേർ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടകം നിറച്ച വാഹനം, അത് ദൃശ്യങ്ങളിൽ കാണാം, സ്ഫോടകം നിറച്ചൊരു വാഹനം പൊട്ടിത്തെറിക്കുന്നത്. ധാരാളം വീടുകൾ ഒക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു. പിന്നെ ഈ കൊല്ലപ്പെട്ടവരിൽ ഫ്രോണ്ടിയർ കോറിലെ ഭടന്മാരും ഉണ്ട്. ഈ 10 പേരിൽ സർഗൂൺ റോഡ് എന്നാണ് ഈ തെരുവിൻ്റെ പേര്. ഇത് 1 മാസത്തിൻ്റെ ഉള്ളിൽ 2ാമത്തെ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി മറ്റേ നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് പാർട്ടി, BNP, അതിൻ്റെ റാലിയിൽ ചാവേർ ആക്രമണം ഉണ്ടായിട്ട് 11 പേര് കൊല്ലപ്പെട്ടിരുന്നു. നമ്മൾ അടുത്ത കാലത്ത് ഈ ബലൂചിസ്ഥാനിൽ, അതുപോലെ ഖൈബർ പക്തൂൺഖ്വയിൽ വ്യോമാക്രമണം തന്നെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. 30 പേര്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതുമൊക്കെ സമീപകാലത്താണ്. പക്ഷെ പാകിസ്ഥാൻ എപ്പോഴും ഈ പ്രസ്താവനകളിൽ പറയുന്നത് ഇത് മറ്റേ ഇന്ത്യ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് കൊണ്ട് ഇവരിപ്പോൾ ടെററിസ്റ്റ് എന്ന് നേരത്തെ പ്രയോഗിച്ചതിൻ്റെ സ്ഥാനത്ത് ഗവാരിച്ച് എന്നാണ് പ്രസ്താവനകളിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ഈ PR വിഭാഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവാരിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോയവർ എന്നാണ് ഗവാരിജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത് ആദ്യത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അകത്ത് ഈ ഖലീഫമാരുടെയൊക്കെ കാലത്തെ ആഭ്യന്തര കലാപത്തിനാണ് ഫിത്ന എന്ന് പറയുന്നത്. 1ാമത്തെ ഫിത്ന, 2ാമത്തെ ഫിത്ന, 3ാമത്തെ എന്നിങ്ങനെ പറയും. ആദ്യത്തെ ഫിത്നയുടെ കാലത്ത് ഈ ഹുസൈൻ ഖലീഫയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചുമകനാണ് പ്രവാചകന്റെ, അദ്ദേഹത്തിൻ്റെ കാലത്ത് പിന്നെ കർബല കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിലകൊണ്ട വിഭാഗം, അദ്ദേഹത്തിൻ്റെ ശത്രുവിന് എതിരെയും നിലകൊണ്ട വിഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഈ ഗവാരിജുകൾ അറിയപ്പെടുന്നത്. ഗവാരിജുകൾ ഇസ്ലാം ഉപേക്ഷിച്ചു പോയവർ. അവരെയും ഇസ്ലാം പറയുന്നത് കാഫറുകൾ എന്നാണ്, അവിശ്വാസികൾ, ഇസ്ലാമിലെ ആദ്യത്തെ അവിശ്വാസികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എതിർത്തവരെ അവിശ്വാസികൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞു വിടുന്ന അവിശ്വാസികൾ ഗവാരിജുകളാണ് ഈ ഖൈബർ പക്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പ്രസ്താവനയിൽ സ്ഥിരമായിട്ട് ഒരു ജൂലൈ മുതൽ പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഒരു ദേശീയ ചാനലിലെ ചർച്ചയിൽ ബലൂചിസ്ഥാൻകാരും പാകിസ്ഥാനിലെ ഇമ്രാൻ്റെ കക്ഷിക്കാരും ഒക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യക്കൊന്നും ഇതിലൊരു പങ്കുമില്ല, ഇത് സിംഗപ്പൂരിൽ നിന്നാണ് ഒരു ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റ് പങ്കെടുത്തത്, ഇന്ത്യക്കൊന്നും പങ്കുള്ളതല്ല. സത്യത്തിൽ മുമ്പൊരു ചർച്ചയിൽ നാഷണൽ ചാനലിൽ ഞാൻ കണ്ടത് ഇന്ത്യ വേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല എന്നുള്ള അവരുടെ ഒരു പരിദേവനം ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിലാണ്. 400 പേര് അല്ലേ ഈ സമയം കൊണ്ട്, ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും അവിടെ ഈ 2 പ്രവിശ്യകളിലുമായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സിന്ധിൽ അതിന് പുറമേയുള്ള കലാപങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വന്നിരുന്നു, ഈ ട്രംപിനെ മുനീറും ഷെറീഫും കൂടി അവിടുത്തെ ഈ അപൂർവ ധാതുക്കളില്ലേ അത് കാണിക്കുന്നത്. ഒരു ചെറിയ പെട്ടി തുറന്ന് ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾ കച്ചവടത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന മട്ടില് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ എരന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ സിന്ധിൽ പറഞ്ഞു, ഖൈബർ പക്തൂൺഖ്വ, ഈ ഇവിടെ ബലൂചിസ്ഥാൻ, അതിന് പുറമെയാണ് POKയിൽ കലാപം നടക്കുന്നത്, പ്രക്ഷോഭം, വലിയ പ്രക്ഷോഭം.
ഷഹബാസ് ഷെറീഫിനെതിരെ തെരുവിൽ അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവാമി ആക്ഷൻ കമ്മിറ്റി AAC-യുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഷട്ടർ ഡൗൺ വീൽ ജാം എന്ന് പറഞ്ഞ പ്രക്ഷോഭമാണ് നടക്കുന്നത്. പല ജില്ലകളിലും കടകളൊക്കെ അടയ്ക്കുക എന്നുള്ളതാണ് ബന്ദ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്, ഇൻ്റർനെറ്റ് വേണ്ടാന്ന് വെക്കുന്നു. പിന്നെ അവർ പറയുന്നു, POK പ്രക്ഷോഭകർ പറയുന്നു, അവർക്ക് ഇനി ചെരുപ്പിൻ്റെ ഭാഷയെ മനസ്സിലാവൂ. ആർക്ക്? ഷഹബാസ് ഷെറീഫിനും മുനീറിനുമൊക്കെ ഇനി ചെരുപ്പിൻ്റെ ഭാഷയെ മനസ്സിലാവുള്ളൂ, മര്യാദയ്ക്കുള്ള ഭാഷ മനസ്സിലാവില്ല. ജൂത്തോസെ മനാനെ വാലേ ഹെ ബാത്തോസെ നഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെരുപ്പ് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുള്ളതാണ്. ഞായറാഴ്ച മിർപൂർ, കോട്ട്ലി, റാവൽകോട്ട്, നീലംബാലി, കറാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കലാപസമാനമായ അവസ്ഥയാണ്. അവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്, ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. 70 കൊല്ലം മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ചു, ഇതോടുകൂടി മതി, ഇനഫ് ഇസ് ഇനഫ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ അവകാശം എന്താ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി നിരന്തരം പ്രതിഷേധമായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം തൽക്കാലം അവർ പ്രക്ഷോഭം പിൻവലിച്ചിട്ടുണ്ട്. അടിച്ചമർത്തൽ പേടിച്ചിട്ടാണ്. ഒക്ടോബർ 15-ാം തീയതി, ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ, 2 ആഴ്ച പുനരാരംഭിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സായുധ കോൺവോയികൾ, വാഹന വ്യൂഹങ്ങൾ പട്ടാളക്കാരുടെ അത് ധാരാളം POK-യിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള സേനകൾ പട്ടാളത്തിന് ഇറക്കിയിട്ടുണ്ട്. 1000 പേർ പട്ടാളക്കാർ ഇസ്ലാമാബാദിൽ നിന്ന് അവിടെ കൊണ്ടുവന്നിരുന്നു. എൻട്രി എക്സിറ്റ് പോയിന്റ്, പ്രവേശന കവാടം അല്ലേ, പുറത്തേക്കുള്ള വഴിയൊക്കെ മുദ്ര വച്ചിരുന്നു, പൂട്ടിയിരുന്നു. ചർച്ച നേരത്തെ നടന്നിരുന്നത് അലസിയിരുന്നു. അപ്പോൾ ഈ POK ഉപയോഗിച്ചിട്ട് ഇവർ വരേണ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് എന്ന് പ്രക്ഷോഭകർ ആരോപിച്ചു. അഭയാർത്ഥി സീറ്റുകളുണ്ട് അവിടെ. ആ അഭയാർത്ഥി സീറ്റുകൾ POK ആ സീറ്റുകൾ നിർത്തണം, അത് റദ്ദാക്കണം എന്നവരുടെ ആവശ്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ കശ്മീർ അഭയാർത്ഥികൾക്ക് POK-യിൽ 12 സീറ്റുണ്ട്. അപ്പോൾ അത് റദ്ദാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് റദ്ദാക്കുന്നതല്ല, കാരണം നമ്മൾ POK-യിൽ നിന്ന് 24 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് കശ്മീർ നിയമസഭയിലേക്ക്. അപ്പോൾ സബ്സിഡിയുള്ള ധാന്യം, മിതമായ വൈദ്യുതി നിരക്ക്, പിന്നെ മൊത്തത്തിലുള്ള പരിഷ്കരണം, ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ അഭിഭാഷകരുടെ അസോസിയേഷൻ പ്രക്ഷോഭത്തിൻ്റെ മുന്നിലുണ്ട്. പിന്നെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലുമൊക്കെ അതിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഈ റദ്ദാക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. 12 സീറ്റ് POK-യുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ POK-യിലെ പ്രക്ഷോഭകർ അത്യാവശ്യം ഇന്ത്യൻ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ POK മേഖലയിലേക്ക് ഈ ഭീകര സംഘടനകളൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് പാകിസ്ഥാൻ തന്നെയല്ലേ? ഒരു കാലത്ത് ഏതാണ്ട് 1000-ഓളം ഭീകര ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, പഴയ കാലത്ത് പരസ്യമായിട്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ഭീകരരൊക്കെ തന്നെ അവിടെ വളരുന്നു. പക്ഷേ അവരിപ്പോൾ പാക് ഭരണകൂടത്തിന് പോലും എതിരാണ്. ഇപ്പോൾ തെഹ്രീക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന പാകിസ്ഥാൻ ഗവൺമെൻറ് എതിരായിട്ട് അങ്ങ് നിലപാട് സ്വീകരിക്കില്ലേ? എന്നിട്ടിപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ബോംബാക്രമണം നടത്തുന്നു, വ്യോമാക്രമണം നടത്തുന്ന. ശരിക്കും എന്താണ് അവിടെ ഉള്ളിൽ നടക്കുന്നത്? POK-ന്ന് നോക്കിയാൽ നമ്മുടെ പ്രദേശങ്ങൾ കാണാമല്ലോ, ജമ്മു കാശ്മീരിൽ. അപ്പം മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, വല്ലാതെ കൊതിയോട് കൂടിയിട്ടാണ് അവർ കാശ്മീരിലേക്ക് നോക്കുന്നത്. കാരണം ധാരാളം വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പട്ടിണിയില്ല, വിമാനത്താവളങ്ങളൊക്കെ വന്നിട്ടുണ്ട്. POK-യിൽ തന്നെ കുഞ്ഞുങ്ങളെ വിറ്റിട്ടൊക്കെയാണ് പലരും ജീവിക്കുന്നത് എന്നൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കണ്ടിരുന്നു. അപ്പോൾ വിലക്കയറ്റവും കൂടുതലല്ലേ? അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് കശ്മീരിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമല്ലോ, എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഭാഗമായാൽ. അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ചുമരെഴുത്തുകൾ ധാരാളം വരുന്നുണ്ട്. പിന്നെ ഭീകരർ ഒരുമാതിരി അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഈ റാവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ ഭീകരർ ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഈ വനം പ്രദേശങ്ങളിലെ ഈ റെസ്റ്റ് ഹൗസുകൾ പോലുള്ളതുമൊക്കെ പാകിസ്ഥാൻ പട്ടാളം ഏറ്റെടുത്തിട്ട്
ഈ ഭീകര കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ POKയുടെ സാഹചര്യങ്ങൾ പിന്നെ വൈദ്യുത പദ്ധതികൾ, പാകിസ്ഥാനുള്ള പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളൊക്കെ ഇരിക്കുന്നത് POKയിലാണ്. എന്നിട്ട് പക്ഷെ POKയ്ക്ക് സൗജന്യ നിരക്ക് വൈദ്യുതിയുടെ കാര്യത്തിലില്ല. പഞ്ചാബിലേക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഊർജ പദ്ധതികൾ അതിൽ പ്രധാനപ്പെട്ട നിൽക്കുന്നതൊക്കെ POKയിലാണ്, വൈദ്യുതി ഉൽപ്പാദനമൊക്കെ. ഇവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറേയും കൂടി രൂക്ഷമായി, അതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പോലെ POKയിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഹമാസിൻ്റെ നേതാക്കൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹമാസിൻ്റെ നേതാക്കൾ വന്നിട്ട് ഈ കശ്മീർ ഐക്യദാർഢ്യ സമ്മേളനം, ഐക്യദാർഢ്യ സമ്മേളനം ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഐക്യദാർഢ്യ സമ്മേളനത്തിൽ അവരും പങ്കെടുത്തിരുന്നു. അപ്പം ഇത് ഭീകരരുടെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. നമ്മൾ തന്നെ ഭീകരരെ അടിച്ചമർത്താൻ വേണ്ടി POKയിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ. അതെ, ഇപ്പോൾ 70 വർഷമായിട്ട് ആ നാട് POK മേഖല എന്ന് പറയുന്നത് ഭയങ്കര അസംതൃപ്തിയിലാണ്. കാരണം യാതൊരു വികസന പ്രവർത്തനവും ചെയ്യുന്നില്ല. അവിടെ കിട്ടുന്ന ഗുണങ്ങൾ അല്ലെ ഈ റെയർ എർത്തിൻ്റെയോ ബാക്കിയുള്ള സഹായങ്ങളോ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം പഞ്ചാബ് സിന്ധ് മേഖലയിലെ വികസനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആ സമയത്ത് ഇവരൊരു പ്രക്ഷോഭം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മോദിയെ പോലൊരു നേതാവിനെ വേണമെന്ന്. അതുകൊണ്ട് പറഞ്ഞ് ഇന്ത്യയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പം 200 രൂപ വരെ ചപ്പാത്തിക്കൊക്കെ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. അതായത് 30-40 രൂപ പാകിസ്ഥാനിൽ കൊടുക്കേണ്ടി വരുമ്പോഴാണ് ഈ മേഖലയെ ഒഴിച്ചിട്ടിരുന്നത്. അപ്പോൾ കുറേ ആയി കഴിയുമ്പോൾ അസംതൃപ്തി പുകഞ്ഞ് അതൊരു വലിയ കലാപത്തിലേക്ക് തന്നെ നീങ്ങുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് അവിടുത്തെ ഒരു കലാപം നടന്നിട്ട് അവരിങ്ങോട്ട് തന്നെത്താനെ ചേരുക എന്നുള്ളതാണ് നല്ലത്. നമ്മൾ പിടിച്ചെടുക്കുന്നതിലും നല്ലത് അവിടെ തന്നെ കലാപം വളരാനായിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. നമ്മൾ കശ്മീരിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് മിർപൂർ, കോട്ട്ലി, മിർപൂറിലൊക്കെ ഈ കലാപം നടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രക്ഷോഭം ഈ മിർപൂരാണ് ഈ 1948 ശേഷം 1948 ഈ പാകിസ്ഥാൻ കശ്മീരിൻ്റെ ഭാഗമായിട്ട് പിടിച്ചടക്കുന്നുണ്ടല്ലോ. മറ്റേ കശ്മീർ പട്ടാളം ഗോത്രവർഗക്കാരുടെ നേതൃത്വത്തിലൊരു സമരം ഉണ്ടാക്കിയിട്ട് ആ ഗോത്രവർഗത്തിൻ്റെ ഇടയിലേക്ക് പട്ടാളം കൂടി നുഴഞ്ഞു കയറി ആദ്യം വരുന്നത് ഈ മിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നിട്ട് മിർപൂരിലൊരു ജയിൽ കലാപം നടന്നു അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മറ്റേ പക്തൂണിൽ നിന്ന് വന്ന ഒരു നേതാവ് മറ്റേ പാകിസ്ഥാൻ്റെ ആളെ പിടിച്ചിട്ട് ഹരിസിംഗ് ഇല്ലേ, മറ്റേ കശ്മീർ രാജാവായിരുന്നെ ഹരിസിംഗ് പിടിച്ചിട്ട് ഈ മിർപൂർ ജയിലിൽ അടച്ചിരുന്നു. ഇയാളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ പട്ടാളവും വർഗക്കാരും കൂടി വന്നിട്ട് വലിയ കലാപം നടത്തി. ആ ജയിൽ കലാപത്തിൽ നിന്ന് വലിയ കൂട്ടക്കൊലയൊക്കെ നടന്നിരുന്നു. 24 പേര് കൊല്ലപ്പെടുകയും ഒക്കെ. ഇപ്പോൾ ഇത് പഴയ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ POKയിൽ കൂടി മറ്റേ ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഒക്കെ ഉണ്ടല്ലോ. POKയിൽ കൂടി മറ്റേ പാകിസ്ഥാൻ മറ്റേ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലെ റോഡുകൾ ഇല്ലേ, അതെ, POK വഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് POK നമ്മുടെ കൂട്ടത്തിൽ ചേരണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മൾ സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകട്ടെ, അത് നമുക്ക് സ്വാഗതം ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.